ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ നാണം കെട്ട് പ്രതിപക്ഷം. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ 452 വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ 300 വോട്ടുകൾ മാത്രമാണ് INDI മുന്നണി സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിക്ക് നേടാനായത്. മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം MPമാർ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതായി വിലയിരുത്തൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും പ്രതിപക്ഷ MPമാർക്ക് പുറമെ അപ്രതീക്ഷിത വോട്ടുകൾ കൂടി B സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കുമെന്നുമായിരുന്നു ഫലപ്രഖ്യാപനത്തിന് മുൻപ് വരെ പ്രതിപക്ഷ നേതാക്കളുടെ അവകാശവാദം. എന്നാൽ ഭരണപക്ഷത്തു നിന്ന് വോട്ടുകൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ മുഴുവൻ വോട്ടും നേടിയെടുക്കാൻ സാധിക്കാതെ നാണം കെട്ട തോൽവിയാണ് പ്രതിപക്ഷത്തിനുണ്ടായത്. 300 വോട്ടുകളാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം 311 സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ആം ആദ്മി പാർട്ടിയുടെ 12 വോട്ടുകളും മജ്ലിസ് പാർട്ടി അംഗം അസദുദ്ദീൻ ഒവൈസിയുടെ വോട്ടും ചേർത്ത് ആകെ 324 വോട്ട് റെഡ്ഡിക്ക് കിട്ടുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടമെന്നായിരുന്നു പ്രതിപക്ഷം വിശേഷിപ്പിച്ചതെന്നും അതിൽ ദേശീയതയുടെ പ്രത്യയശാസ്ത്രം വിജയിച്ചതായും CP രാധാകൃഷ്ണൻ പറഞ്ഞു. We have to develop Viksit Bharat by 2047 means we should not do politics in everything. We have to forget, once the election is over, we have to forget the politics and we have to concentrate on the development. I will, in the new capacity, I will try my best for the development of this nation. In democracy, ruling party as well as opposition, both are important. It is the two sides of the same coin. The interest of the democracy will be taken into account. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോഴാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നിരയിലെ മുഴുവൻ വോട്ടുകൾ പോലും സ്ഥാനാർത്ഥിക്ക് നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ദുരവസ്ഥയുണ്ടായത്. NDAയുടെ 427 അംഗങ്ങൾക്ക് പുറമെ പിന്തുണ പ്രഖ്യാപിച്ച YSR കോൺഗ്രസിന്റെ 11 അംഗങ്ങളുടെ വോട്ടും പ്രതിപക്ഷ നിരയിലെ ചിലരുടെ വോട്ടും ചേർത്ത് 452 വോട്ടുകൾ നേടിയാണ് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണന്റെ വിജയം. ജനം, ഡൽഹി.